നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്തെഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളികൾ തളിർത്തു പൂവിടുകയും മാതളനാരകം പൂത്തോ എന്നും നോക്കാം. അവിടെ വെച്ച് ഞാൻ എൻ്റെ പ്രണയം നിനക്ക് കൈമാറും. പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഉള്ളത് മൂന്നാറാണ് കേട്ടോ. അല്ലെങ്കിലും നമ്മുടെ യാത്രകളെല്ലാം എപ്പോഴും അപ്രതീക്ഷിതമായിരിക്കുവേ. അപ്പം തോന്നി അപ്പം പുറപ്പെടുക, അതാണ് നമ്മുടെ ഒരു രീതിയെ. അങ്ങനെ നമ്മൾ പോയി ആദ്യത്തെ ദിവസം മൊത്തം നമ്മൾ മൂന്നാറും മാട്ടുപ്പെട്ടിയായിരുന്നു ഉണ്ടായിരുന്നതേ. ഇതിപ്പോൾ ഉള്ളത് കാന്തല്ലൂർ വിശേഷങ്ങളാണ് കേട്ടോ. ഇത് നമ്മുടെ കാന്തല്ലൂരിലെ നമ്മുടെ PHC ആണ്. നമ്മളതൊക്കെ കെട്ടിയോൻ ഹെൽത്തിലായതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ കെട്ടിയോന് ഭയങ്കര ആക്രാന്തമാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ട് നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. സത്യത്തിലേ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടാളും കൂടി അതിരാവിലെ കാന്തല്ലൂരിലെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ട് പാലും സാധനങ്ങളും വാങ്ങാൻ വേണ്ടി വെളിയിൽ പോയിട്ട് വരണ വരവാണ് കേട്ടോ. നമ്മൾ എഴുന്നേറ്റ് വെളിയിലോട്ട് നോക്കിയപ്പോൾ തന്നെ അവിടെ ചേച്ചിമാരെല്ലാം പണിക്കിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മഞ്ഞത്തും ഇവരെങ്ങനെ എണീറ്റെന്നാണ് ഞാൻ ആലോചിച്ചത്. ഇതാണ് കേട്ടോ നമ്മൾ താമസിച്ച വീട് ഏരിയയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. രാത്രിയൊക്കെ നല്ല മഞ്ഞായിരുന്നു. അങ്ങനെ നമ്മളിതേ പാലും ഞാനവിടെ കണ്ടൊരു കേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തേയില സാധനങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ സെറ്റാക്കണം. ഇന്നത്തെ ചായയും സാധനങ്ങളെല്ലാം ശ്രീയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് കാരണം എനിക്ക് കംപ്ലീറ്റ് റെസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെല്ലുമ്പോഴേ പാലിനകത്ത് തേയിലപ്പൊടിയും എല്ലാം വാരിയിട്ടിട്ട് ഇൻഡക്ഷൻ കുക്കർ ഓണാക്കാൻ മറന്നുപോയി നിൽക്കണ നിപ്പാണ് കേട്ടോ. ആളുടെ വിചാരം ഇതിപ്പോൾ തിളക്കുമെന്നാണ്. ചായ വൻ പരാജയമായിരുന്നു സുഹൃത്തുക്കളെ. പിന്നെ നമ്മൾ അവിടെ കണ്ട ഒരു ബ്രൂ കോഫിയുടെ പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതെടുത്തിട്ട് പിന്നെ കാപ്പിയാക്കാമെന്നങ്ങ് വെച്ചു. എന്തായാലും കാപ്പി നല്ല സൂപ്പറായിരുന്നു. ഇത് നമ്മുടെ വീടിൻ്റെ പുറകുവശമാണ് കേട്ടോ. ഇവിടെ നിറയെ കാബേജും ക്യാരറ്റും തോട്ടങ്ങളാണേ. ചേച്ചിമാരെല്ലാം അവിടെ രാവിലെ പണിക്കിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ഒരു അമ്മച്ചി വന്ന് നമ്മളോട് കുറേ നേരം കാന്തല്ലൂരിലെ കഥയും വിശേഷവും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഷോർട്ടാക്കി വീഡിയോ ഇട്ടിട്ടുണ്ടേ. പിന്നെ നോക്കുമ്പോഴാണേലോ ഉപ്പുണ്ടായിരുന്നില്ല. കുരുമുളക് പൊടി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ശ്രീയ നഗ്ന സത്യം പറഞ്ഞത് കേട്ടോ. മൂന്നാറത്തെ കോഴികൾക്കൊക്കെ ഉപ്പിട്ട തീറ്റ കൊടുക്കണം. കാരണം അവിടുത്തെ കോഴിമുട്ടക്ക് ഓൾറെഡി ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ലത്രേ. ആദ്യത്തെ പുൾസൈ എണ്ണ ഇല്ലാണ്ട് ഉണ്ടാക്കിയ കാരണം അടപടലം പാളിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പാരച്ചൂട്ടിൻ്റെ എണ്ണ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടാമത്തെ പുൾസൈ സെറ്റായി. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ബ്രെഡിനകത്തിട്ട് ജാം തേച്ച് വെക്കുവാണ്. ആ നടുക്കിരിക്കണതാണ് കേട്ടോ നമ്മൾ ആദ്യം ഉണ്ടായി ഫ്ലോപ്പായി പോയ നമ്മുടെ ബുൾസൈ. എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം റെഡിയാക്കി. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ഹോട്ട് ചോക്ലേറ്റ് പൗഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അതും കൂടി കലക്കിയിട്ടാണ് കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നേ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് കാന്തല്ലൂരത്തെ ഫ്രൂട്ട്സ് ഗാർഡൻ കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലായിടവും നിറയെ ഓറഞ്ച് ഉണ്ടായി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പഴുത്ത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ആപ്പിൾ കാണാമെന്നൊക്കെ പറഞ്ഞ് വന്നെങ്കിലും ആപ്പിളിൻ്റെ സീസൺ അല്ലായിരുന്നു. കുഞ്ഞു ആപ്പിളായിട്ട് മരത്തുമേലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്ലമ്മും സ്ട്രോബെറിയും പേരക്കായും അതും ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ. അതിനുശേഷം നമ്മൾ ഭ്രമരം പോയിന്റിലാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടപ്പോൾ നിസ്സാരമെന്ന് തോന്നി അതിൻ്റെ മേലേക്ക് ഞാൻ വലിഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകെ എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. കാരണം നല്ല ഹൈറ്റായിരുന്നേ. അങ്ങനെ മേളിലെത്തി ഒരുമാതിരി കയറാൻ നല്ല പാടായിരുന്നു കേട്ടോ. കൂളിംഗ് ഗ്ലാസ് വരാം, ഇരുട്ട് കാണിച്ച് പറഞ്ഞ കൂളിംഗ് ഗ്ലാസ് വരാം, കട്ട ഇരുട്ടാണ് സുഹൃത്തുക്കളെ. എനിക്ക് കേറാൻ പറ്റും. അയ്യോ ഇടിക്കല്ലേ ഇവിടെ. ചേട്ടന് തന്നെ അടി. സാഹസികത നിറഞ്ഞ യാത്രക്കൊടുവിൽ നമ്മൾ അതിൻ്റെ മേളിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേളിൽ താഴത്ത് ഇറങ്ങണതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇറങ്ങാൻ പേടിച്ച് നിന്ന് എന്നെ അവിടെ വന്ന പിള്ളേരും സ്ത്രീയും എല്ലാവരും കൂടി വലിച്ചിട്ടാണ് കേട്ടോ താഴ്ത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും താഴ്ത്തിറക്കിയപ്പം ജീവൻ തിരിച്ചു കിട്ടിയ ഭയങ്കര സന്തോഷമായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നേ. ഇപ്പോൾ ഈ നടക്കുമ്പോഴും എനിക്കറിയില്ല കേട്ടോ ഇതിനപ്പുറം പ്രകൃതി നമുക്ക് വേണ്ടിയിട്ടൊരു ഭയങ്കര വിസ്മയം തീർത്തു വെച്ചിട്ടുണ്ടെന്ന്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തതിൽ അപ്ലോഡ് ചെയ്യാവേ. അങ്ങനെ നമ്മൾ നടന്നപ്പോഴാണ് കേട്ടോ ഒരപ്പൂപ്പൻ അവിടെ മാങ്ങയും ഉപ്പിലിട്ട മാങ്ങയും
പിന്നെ എന്തെന്നാ പൈനാപ്പിളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ എല്ലാം ഓരോന്നോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. ആ മഞ്ഞത്ത് അതൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. തിരിച്ചിടും വേണമെങ്കിൽ മേടിച്ചാൽ അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.